എനിക്ക് ചിന്തിക്കാൻ ഒന്നുമില്ല. എനിക്കിനി മോള് വേണ്ട, എനിക്കിങ്ങനെ ഒരു മോളെ വേണ്ട. ഞാൻ മരിച്ചാൽ പോലും എന്റെ വീട്ടിൽ വരണ്ട, ഇനി എന്നെ കാണണ്ട, എന്റെ ബോഡി കാണണ്ട. എന്റെ അപ്പിയുടെ ബോഡി കണ്ടപ്പോ ഞാൻ എന്റെ കുഞ്ഞിന്റെ ആ ഓമിന് മുഖത്തൊരു ചുംബനം കൊടുത്തായിരുന്നു. എന്റെ അപ്പി ചിരിച്ചിട്ടില്ല. അപ്പിയുടെ കാലിന് വേണ്ടി ഞാൻ മാപ്പ് പറഞ്ഞു. ഇത്ര ദുഷ്ടക്കൂട്ടങ്ങളായിരുന്നു എങ്കിൽ എന്റെ കുഞ്ഞിനെ ഞങ്ങൾ കൊടുത്തു വിടില്ലായിരുന്നു. ഇപ്പൊ ഈ ഇടക്കാലത്ത്, അതായത് ഏപ്രിൽ 11 ശേഷം ഇങ്ങോട്ട് വരാറില്ല, ഫോൺ വിളിക്കാറില്ല, ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാറുമില്ല. ഒന്നും അറിയത്തില്ല. ഈ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ? കൊച്ചിനെ ഇല്ല, ഈ ഏപ്രിൽ 11 ശേഷം ഈ വീട്ടിലേ വന്നിട്ടില്ല. കുഞ്ഞുമായിട്ട് ഞങ്ങളായിട്ടൊരു ബന്ധമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ കൂടെ ഇവള് ഇറങ്ങിപ്പോയതിന് ശേഷം ഏകദേശം 1 മാസത്തോളം ഇവള് കുഞ്ഞിൻ്റെ കാര്യമൊന്നും അന്വേഷിക്കില്ല. ആദ്യം എന്നെ കൊണ്ടൊന്ന് കാണിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ച് അവളെ വഴക്ക് പറഞ്ഞു. എന്നെ വല്ലപ്പോഴും ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിച്ചുകൂടെ നേട്ട്. അപ്പോൾ പറഞ്ഞു ആ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് ഫോൺ വിളിച്ചിട്ട് നിങ്ങളോട് കൊണ്ടുവന്നിട്ട്, അപ്പം ഞാൻ സുഖമില്ലാണ്ട് കിടക്കുകയായിരുന്നു. അപ്പം വിളിച്ചിട്ട് വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവളും അവനും കൂടി വന്നു. അവർ റോഡിൽ നിൽക്കുകയും കുഞ്ഞിനെയും കൊണ്ട് അവൾ ബാഗിൽ സാധനമായിട്ട് ഇവിടെ വന്നിട്ട് കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് പോയി. പിന്നെ ഒരു മാസത്തോളം അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ സമയങ്ങളെല്ലാം ഈ 10-72 വയസ്സായ അമ്മയാണ് നോക്കുന്നത്. കാരണം ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് പോവുകയാണ്. കാരണം എനിക്ക് 14,000 രൂപ ഒരു മാസം എനിക്ക് ലോൺ അടയ്ക്കണം. എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു. അപ്പോൾ എനിക്ക് മറ്റൊരു വരുമാന മാർഗ്ഗമില്ല. അപ്പം പിന്നെ അങ്ങനെ എനിക്ക് ലോൺ അടച്ചാലേ പറ്റുള്ളൂ. ഞാൻ തുറന്നു നോക്കട്ടെ, അമ്മയോട് ചോദിക്കും, എന്താ മോൾ ഇങ്ങനെ ആയതെന്താ? എനിക്ക് അറിയില്ല. അവൻ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. നന്നായിട്ടല്ലേ മറ്റേ അഖിലോട്ട് ജീവിച്ചിട്ടുണ്ടിരുന്നത്. അവൻ ജീവിച്ചുകൊണ്ടിരുന്നത് നല്ലോണം ആയിരിക്കാം. സന്തോഷമുള്ള ജീവിതമല്ലായിരുന്നോ? അത് രജിസ്റ്റർ മാരേജ് ആണ്. സന്തോഷം ഉണ്ടോന്നിട്ട് അവളോട് തന്നെ ചോദിക്കണം. പക്ഷെ ഞങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും അല്ല. അവൻ പിന്നെ മദ്യപാനവും പിന്നെ എന്തോ കാപ്പ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പയ്യനായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അവളെ നല്ല രീതിയിൽ നോക്കുന്നു എന്നാണ് നമുക്ക് അറിവ് കിട്ടി. അവൾ പറയുന്നത് നമുക്കറിയാം. മരുമോൻ. അപ്പോൾ പിന്നെ എന്നാലും അവൻ നല്ലതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം മറ്റു പല വിഷയങ്ങളുണ്ട്. മദ്യപാനവും ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം നല്ലതായിരിക്കും നമുക്കറിയാം. കുടുംബക്കാർ കാരണമായത് പെങ്ങളുടെ മരണത്തിന് ശേഷം അങ്ങനെ പറയുന്നത് അത് നമുക്കറിയില്ല. അപ്പോൾ പിന്നെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ അവൻ പോയി കിടന്നിട്ടുണ്ട്. കൊണ്ട് എവളാണ് പോയി കൂട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ പിന്നെ ഇവർ പിന്നെ എന്തോ അങ്ങനെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നോക്കാണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മയാണ് നോക്കുന്നത്. അപ്പോൾ അമ്മ നോക്കി 10-72 വയസ്സായെങ്കിൽ അവർക്ക് ഈ ശ്വാസം മുട്ടലൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ ഈ കമ്പനിയിൽ ജോലിക്ക് രാവിലെ 6:30 ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. വൈകുന്നേരം 8:30 മണിക്കാണ് ഞാൻ തിരിച്ച് വരണത്. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ പൊന്നും മോൻ ഞാൻ അവിടെ വന്ന് ഇങ്ങനെ ലൈറ്റ് അടിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ 2 കൈ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അമ്മാമ്മ കേക്കാ എന്ന് വെച്ചാൽ അമ്മാമ്മ കേക്ക് തരൂ എന്ന് പറയും. ഞാൻ വരുമ്പോഴത്തേക്ക് കസേരയിൽ അമ്മാമ്മ ഇങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ബാഗിൽ ഇരിക്കുന്ന ഈ സ്നാക്സ് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് പൊതിയോടെ എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ കൈവശം കൊടുത്ത് അമ്മ കൊടുക്കുന്നതാണ് അവൻ കഴിക്കുന്നത്. പിന്നെ എന്ത് സാധനം കഴിച്ചാലും നമ്മൾ പാത്രത്തിൽ കൊടുക്കുമ്പോഴത്തേക്ക് മക്കളെ ഇരുന്നേ കഴിക്കാവൂ എന്ന് പറഞ്ഞാൽ അവൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ആ സ്പോട്ടിൽ ഇരുന്ന് കഴിച്ചിട്ട് എണീറ്റ് പോകുന്ന ഒരു പ്രകൃതമായിരുന്നു. ഈ അഷ്കറിന്റെ കൂടെ സന്തോഷമുള്ള ജീവിതമാണെന്ന് അറിയാമായിരുന്നു. എങ്ങനെ പരിചയപ്പെടുന്ന ഇവള് ആദ്യമേ ഡാൻസ് ക്ലാസ്സിൽ ഒരു 13 വയസ്സുള്ളപ്പോഴേ പോകുന്നതാണ്. അപ്പോഴേ ഇവൻ അവിടെ ടെമ്പോ ഡ്രൈവറാണ്. പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകുന്നത് അവനാണ് എവിടെ നിന്ന് ആ ഡാൻസ് ക്ലാസ്സിൽ നിന്നൊക്കെ. പിന്നെ അപ്പോഴൊന്നും വേറെ അലിഗേഷനൊന്നും തോന്നിയില്ല. കാരണം അവൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ സംസാരിക്കുന്നത്. കാരണം ഒരു മാന്യനായിട്ടുള്ള ഒരു സംസാരം നല്ല ഇതാ. ആര് കണ്ടിരുന്നാലും നമ്മളെ പോലെ ഒരു രൂപം ആ സംസാര രീതി എല്ലാം അതായിരുന്നു. പക്ഷെ ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. ശരിക്കും ഉൾക്കൊണ്ടില്ലെങ്കിലും അതുപോലെ ആണ് എന്ന് വിചാരിച്ചു. കാരണം ഇവിടങ്ങളിലുള്ള കുറച്ച് പേർക്കറിയാം അവൻ എപ്പോഴും ഈ കൊച്ചിനെ എടുത്ത് ഒക്കത്തെടുത്തിരുത്തി നല്ല രീതിയിൽ സ്വന്തം അച്ഛനെ മകനെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുമായിരുന്നു. ശബരിമലയിൽ കൊണ്ടുപോയത് ഇവന്റെ നിർബന്ധ പ്രകാരമാണ് കുഞ്ഞിനെ ശബരിമലയിൽ കൊണ്ടുപോയത്. പക്ഷെ ഉള്ളിൽ അറിയുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് ഇവിടുന്ന് ഏകദേശം 1 മാസത്തോളം നന്ദിയോട് പോയി താമസിച്ചിട്ട് അപ്പോൾ അവൾ എന്നെ വിളിക്കുമ്പോൾ പറയുമായിരുന്നു, അമ്മ അപ്പി രാത്രിയിൽ അമ്മ ഭയങ്കര കരച്ചിലാണ്, അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മരിച്ചുപോയ അഖിലിൻ്റെ ശല്യം വന്നിട്ടായിരിക്കാം കൊച്ചു സ്വപ്നം കണ്ട് ഉണരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി
അങ്ങനെ ഒന്നും പറയരുത്, അതൊക്കെ മോശമാണ്. കൊച്ചിന് വേറെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിരിക്കാം. കാരണം അപ്പോഴും എൻ്റെ മനസ്സിൽ വേറെ ഒന്നും വരുന്നില്ല. കാരണം ഇവൻ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ എന്ത് ഫുഡ് കൊടുത്തിരുന്നാലും, അതായത് ഇവനെന്ന് പറയുമ്പോൾ അഷ്കർ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ അവൻ എന്ത് ഫുഡ് കൊടുത്താലും ആദ്യം കുഞ്ഞിന് നൽകി വയറ് വീർപ്പിച്ചതിന് ശേഷം കാണിക്കുന്നത്. പിന്നീട് സ്നേഹം കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില സമയം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി ഇവനെ കാണുമ്പോൾ കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവൻ കൊച്ചിനെ ഉപദ്രവിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും നിങ്ങൾ നോക്കണം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ നോക്കുമ്പോൾ കൊച്ചിൻ്റെ ദേഹത്ത് മുറിവോ പാടുകളോ ഒന്നും തന്നെ കാണുന്നില്ല. ബോഡി ഞാൻ എത്ര നോക്കിയതാണ്. പക്ഷെ ഇവൻ പിച്ചുന്നതോ മാന്തതോ നമുക്കൊന്നും കാണാനും പറ്റില്ല. എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ കാണുമ്പോൾ ആ ഒരു ചിന്തയായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഈ കൈ ഒടിഞ്ഞത് ഇവള് തന്നെ സ്വന്തമായിട്ട് സ്റ്റാറ്റസ് ഇട്ടു. അപ്പം എൻ്റെ മരുമകളുടെ ഒരു കൂട്ടുകാരി അവക്കും ഇത് അയച്ചു കൊടുത്തു. അതായത് ഈ അഖില സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പും ആ ഫോട്ടോസും കൂടെ അയച്ചു കൊടുത്തു. അപ്പോൾ ഇവള് എന്നെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ നോക്കുന്നു ഞാൻ കണ്ടപ്പോൾ ഞാൻ അത് ആയി. കാരണം ഞാൻ അവിടെ നിന്ന് ബസ്സിലിങ്ങോട്ട് യാത്ര ചെയ്ത് വരുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വാവിട്ട് വിളിച്ചു പോയി ഇവിടെ വന്നിട്ട്. കാരണം അത്രയും നേരം സങ്കടം അടക്കി വെച്ചിരുന്നു. എൻ്റെ പൊന്നുമോൻ്റെ 2 കൈയും പ്ലാസ്റ്റർ ഇട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. കാരണം ഒരു മുള്ളു പോലും കൊള്ളാണ്ട് ഞാൻ ഈ വീട്ടിനകത്തിട്ട് നോക്കി. അത് അവന്റെ ഒരു മനുഷ്യ മൃഗം തന്നെയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മകൾ എന്താ ഈ കൊച്ചിനെ ശ്രദ്ധിക്കാത്തത്? മാനസിക ടോർച്ചറിങ് ആയിരിക്കാം. എങ്ങനെയാണെന്ന് അത് ശരിയല്ല. അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. എനിക്ക് തരാമായിരുന്നു. അപ്പോൾ ഇവള് പിന്നെ ഇവിടെ ഇത് കണ്ടതിന് ശേഷം രാത്രി 9-9:30 മണിക്ക് അകം വെച്ചിട്ട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇതിൽ ദുരൂഹത ഉണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന പോലീസുകാർ അപ്പോഴും തന്നെ ഇവനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് പിന്നെ അവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് അവൻ്റെ കളിപ്പാട്ടം ഈ വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ നിന്ന് വീണു, 3 കാരണം പറഞ്ഞ് വീണു, കൈ ഒടിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ സാറിനോട് തർക്കിച്ചു, സാർ ഇത് കൈ ഒടിഞ്ഞു, ഓക്കെ ഒരു കുട്ടി വീണാൽ ഒടിയാം, ഒരു കൈ ഒടിയാം, 2 കൈ എങ്ങനെ ഒടിഞ്ഞു? ഓക്കെ ദേശമൊക്കെ ഈ ഇങ്ങനെ വീഴുന്ന സമയത്ത് മുഖത്തോ ബോഡിയിലോ എവിടെയെങ്കിലും സ്ക്രാച്ചിങ് പോലുള്ളതുണ്ടാവും. പക്ഷെ ഇതിൽ കാണുന്നില്ല. ഞാൻ ഫോട്ടോ സൂം ചെയ്ത് കൊടുത്തു, അത് കാണുന്നില്ല. അപ്പൊ സാറിനൊക്കെ വിഷമങ്ങളായി. അറിയാമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഏപ്രിൽ 11 മുതൽ ഈ മെയ് 29 വരെ അവളെ മുന്നിൽ അവള് ഒരു ദിവസമെങ്കിലും അവിടെ നിൽക്കുമായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിൽക്കുകയാണ് എങ്കിൽ, ആ കുഞ്ഞിന്റെ ദേഹത്ത് ഇത്രയും മുറിവുകളുള്ളത് ഒരു പാടെങ്കിലും അവള് കണ്ടു കാണില്ലേ? ശരിക്കും പറഞ്ഞ ഈ മകൾക്ക് നല്ലൊരു പങ്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നു നോക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ കുഞ്ഞു കളിപ്പാട്ടം ഉണ്ട്. അവിടെ ആ ടേബിളിന്റെ അടിയിൽ 1-2 മാത്രമേ ഉള്ളൂ. അപ്പൊ എഴഞ്ഞ് നടക്കും, എണീറ്റ് നടക്കാണ്, ഓട്ടമാണ്, കളിയാണ്. നല്ല ആരോഗ്യവാനാണ്. അവന് നിലവിൽ ഈ ഏപ്രിൽ 11 വരെ ഇവിടെ ഉണ്ടായിരുന്നു. 1 വയസ്സും 7 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അവനെ പ്രഗ്നന്റ് ആയ 3-ാം മാസം മുതലേ അവൻ ഇവിടെ ഉണ്ട്. ആള് ഇവിടെ ഉണ്ട്. ശരിക്കും ഞാൻ മരിച്ചു പോയാലും ഇവിടെ തന്നെ ഉണ്ട്. എന്റെ കുട്ടി എന്നെ വിട്ട് പോവില്ല. എനിക്ക് ചിന്തിക്കാൻ ഒന്നുമില്ല. എനിക്കിനി മോള് വേണ്ട. എനിക്കിങ്ങനെ ഒരു മോളെ വേണ്ട. ഞാൻ മരിച്ചാ പോലും എന്റെ വീട്ടിൽ വരണ്ട. ഇനി എന്നെ കാണണ്ട, എന്റെ ബോഡി കാണണ്ട. ഞങ്ങൾ നല്ല രീതിയിൽ നോക്കിയ ഒരു കൊച്ചായിരുന്നു. എല്ലായിടത്തും അവൻ ഇങ്ങനെ പാറി പറന്ന് ഓടി കിടന്ന് കളിക്കുകയാണ്. ഇതുപോലുള്ള 1-2 കളിപ്പാട്ടങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ ബാക്കി കളിപ്പാട്ടങ്ങളും അവന്റെ ഡ്രസ്സുകൾ, ഒരു ഡ്രസ്സ് പോലും ഇവിടെ ഇട്ടിട്ടില്ല. എല്ലാം എടുത്തോണ്ട് പോവുകയാണ് ചെയ്തത്. നടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ വണ്ടിയൊക്കെ എടുത്ത് ഓട്ടിച്ച് കളിച്ച് ഒരു യെല്ലോയും വൈറ്റും ചേർന്നിട്ടുള്ള ഒരു വണ്ടിയുണ്ട്. അതാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിൽ കയറി ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നതും പോണതും വരണതും എല്ലാം. അപ്പിടെ പിന്നെ അല്ലാതെ അവൾ ആ ശ്രദ്ധയിൽപ്പെടാത്ത കുറച്ച് കളിപ്പാട്ടങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ എല്ലാം ഇവിടെ ഞങ്ങൾ വാങ്ങിക്കുന്നത്. എവിടെ പോയാലും എന്ത് കിട്ടിയാലും എല്ലാം വാങ്ങിക്കും. ഇഷ്ടംപോലെ ഡ്രസ്സുകൾ, എവിടെ പോയിട്ട് വന്നാലും ഡ്രസ്സുകൾ എല്ലാം വാങ്ങിക്കും. ആ ഡ്രസ്സുകളൊക്കെയാണ് ഇപ്പൊ അവൻ കഴിഞ്ഞത്. എന്റെ മക്കൾ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. എല്ലാം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പൊന്നോല നോക്കിയിരുന്നു എന്റെ പൊന്നുമാന. തീർച്ചയായിട്ടും ഇപ്പൊ കിട്ടിയാലും ഞാൻ നോക്കാം. എന്റെ അപ്പിയുടെ ബോഡി കണ്ടപ്പോ ഞാൻ എന്റെ കുഞ്ഞിന്റെ ആ ഓമിന് മുഖത്തൊരു ചുംബനം കൊടുത്തായിരുന്നു. എന്റെ അപ്പി ചിരിച്ചിട്ടില്ല. അപ്പിയുടെ കാലിന് വേണ്ടി ഞാൻ മാപ്പ് പറഞ്ഞു. ഇത്ര ദുഷ്ടക്കൂട്ടങ്ങളായിരുന്നു എങ്കിൽ എന്റെ കുഞ്ഞിനെ ഞങ്ങൾ കൊടുത്തു വിടില്ലായിരുന്നു. സത്യത്തിൽ കൊടുക്കില്ലായിരുന്നു. ഞാൻ വളർത്തിയനെ.
ഇതാരാ? അമ്മയുടെ എൻ്റെ അമ്മ. അമ്മയ്ക്ക് എത്ര ജീവനായിരുന്നു കുഞ്ഞിനെ അല്ലേ? അതെ. ആശുപത്രി തൊട്ട് ഈ 1.5 വയസ്സ് വരെ ഞാനാണ് കുളിപ്പിക്കണത്, ഉറക്കണത്, ആഹാരം കൊടുക്കണത്, ഉറക്കണത്, തൊട്ടിലിൽ കിടക്കണത് അമ്മയുടെ അടുത്ത്, ഇവളുടെ അടുത്തും അങ്ങനെയൊക്കെ. അമ്മമാരുണ്ട്, ഒരു അമ്മയുണ്ട്, രണ്ടമ്മയുണ്ട്, എത്ര പേരുണ്ട് പൊന്നുപോലെ നോക്കാൻ വേണ്ടി അല്ലേ? കണ്ണൂസേന്ന് വിളിച്ചാ ഓ കണ്ണൂസേ ഒക്കെ വിശക്കണം, പാപ്പ വേണോ, അവൻ്റെ പാത്രപ്പെട്ടി അവിടെ ഇരിക്കേണ്ടത് ഓടിച്ചെന്ന് അടിച്ച് കാണിച്ചു തരാം. ഉറക്കം വരണ അവിടുന്ന് ഓടി ഇവിടെ വരും, തൊട്ടിലേക്ക് കിടക്കുന്ന സ്ഥലത്ത്. ഇതെല്ലാം വരുത്തി വെച്ച് ദുരന്തമല്ലേ അമ്മേ അല്ലേ? മകള് വിചാരിച്ചായിരുന്നെങ്കിൽ കൊച്ചുമോള് വിചാരിച്ചതൊന്നും സംഭവിക്കത്തില്ലല്ലോ അല്ലേ? എല്ലാം അവൻ്റെ സാധനങ്ങളല്ലേ? ഇത്രേ ഉള്ളൂ. അത് സ്നഗ്ഗി വയ്ക്കണത് അവൻ്റെ. അവൻ ഇവിടെ പെട്ട് പോയില്ല, നിങ്ങൾ വിട്ട് പോയിട്ടില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ മണമൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളുടെ മരണം വരെ എൻ്റെ അപ്പ ഇവിടെ തന്നെ കാണും, ഇവിടെ തന്നെ കാണും. പക്ഷേ അന്ന് പോലീസ് കുറച്ചുകൂടി ഒന്ന് ഊർജമായിട്ട്, ആ കൈ ഒടിയുന്ന സമയത്ത് ഞാൻ കൊടുത്ത പെറ്റീഷനെ ആസ്പദമാക്കിയിട്ട് കുറച്ചുകൂടി ഊർജിതമായിട്ട് അവർ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു എങ്കിൽ എൻ്റെ കൊച്ചൊന്നും ജീവനോടെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇനി ഇവർക്ക് ഈ പറയുന്ന അഷ്കർ എന്ന് പറയുന്നവനും അമ്മയുടെ മകൾക്ക് എന്താ ഇനിയിപ്പോ എങ്ങനെ നിങ്ങൾ അവന് രണ്ടുപേർക്കും കൊലക്കയർ എന്നെ കൊടുക്കണം. ഇനി പുറത്തിറങ്ങണ്ട, അവർ ജീവിക്കണ്ട. എൻ്റെ കുട്ടി ജീവിക്കാത്തടത്തോളം കാലം അവർ ജീവിക്കണ്ട. നമ്മുടെ നിയമവ്യവസ്ഥകൾ മാറ്റി എഴുതി കുറച്ചുകൂടെ ഇത്തരം കുട്ടികളെയൊക്കെ പേടിപ്പിക്കുന്നവരെ അവർക്കൊക്കെ അന്ന് തന്നെ പറ്റുമെങ്കിൽ അന്ന്, അല്ലെങ്കിൽ ഉടനെ തന്നെ തൂക്കയർ നൽകി അവരെയൊക്കെ ശിക്ഷിക്കപ്പെടണം. എങ്കിലേ സമൂഹത്തിൽ ഇന്ന് ഇങ്ങനെയുള്ള നീചന്മാരെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ അപ്പോൾ കാണുന്ന അപ്പോഴും തന്നെ പെട്ടെന്ന് കൊന്നുകളയ. പിന്നെ എന്തിനാ നമ്മളെ സമൂഹത്തിൽ കൊച്ചുമോളെ അഖില കാണണ്ടേ? വേണ്ട, എൻ്റെ കാമ്പൗണ്ടിനകത്ത് കയറാൻ പാടില്ല. ഇനി ഇവിടെ ഞങ്ങൾ ഇനി 4 പേരുണ്ട്, അതിലെ കുഞ്ഞുങ്ങളും ഉണ്ട്. അതിലാരാണോ മരണപ്പെട്ട് പോണത് അതുവരെ കാണാൻ അവൾക്ക് അനുവാദം ഇല്ല.